കുലുസു, അവളാണ് എൻ്റെ കൽബിന്റെ റാണി. എൻ്റെ പൊന്നോ, അവളുടെ ആ തട്ടമൊക്കെ ഇട്ടൊരു വരവുണ്ട്. പിന്നെ ചുറ്റുമുള്ളത് ഒന്നും കാണൂല. പെണ്ണിന്റെ മൊഞ്ച് അതാണ്. ഞങ്ങളുടെ ത്രിമൂർത്തി സംഗമം ഒരു മതസൗഹൃദത്തിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ്. കുലുസു, അവൾ ഡിക്ക, അത് ഞങ്ങളുടെ ഹിറ്റ്ലർ നിഹാൽ അൻവർ. അവന്റെ ലവ് സ്റ്റോറിയുടെ സപ്പോർട്ടീവ് പാനൽ ഞങ്ങൾ മൂന്നുമാണ്. അതൊരു ഒന്നന്തര വിപ്ലവം ഉണ്ടാക്കുന്ന ലവ് സ്റ്റോറിയാണ് മക്കളെ. അതും നമുക്ക് പതിയെ പറയാം. ഒരു കഥ കേൾക്കുമ്പോൾ ഇപ്പൊ റൊമാൻസ് ഒക്കെ നല്ലതല്ലേ? പിന്നെ ഇതിനൊക്കെ ഇടയ്ക്ക് നാക്കിനില്ലാത്ത അവന്റെ സ്വഭാവം ജാടയുമൊക്കെ ഈ മിലി എങ്ങനെ നിർത്തലാക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ മക്കളെ. പഴശ്ശിയുടെ യുദ്ധം കമ്പനിയെ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതെ, ഇത് അവരുടെ കഥയാണ്. മിലാന റാഹേൽ എന്ന മിലിയുടെയും ഇസഹാക്ക് കാലിബ് മൈക്കിൾ എന്ന ഇസയുടെയും കഥ. ടോമിന്റെ ജെറിയുടെയും കഥയ്ക്കൊപ്പം തന്നെ മഹാരാജാസ് കോളേജ് എന്ന പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വൻ മരത്തിന്റെ തണലിൽ പൂത്തുലയുന്ന പല ജീവിതങ്ങളുടെയും കഥ. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഇക്വേഷൻസ് ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇസഹാക്ക് പെട്ടെന്ന് ചോക്ക് താഴെ വെച്ചു. കയ്യിലുണ്ടായിരുന്ന ഡസ്റ്റർ മേശപ്പുറത്തേക്ക് ഒരൊറ്റ അടി. ക്ലാസ് മുറി ഒന്നാകെ വിറച്ചു. അവൻ സാവധാനം തിരിഞ്ഞു നിന്നു. ബെഞ്ചിൽ തലകുനിച്ചിരിക്കുന്ന റാഹേലിനെ നോക്കി വിരൽ ചൂണ്ടി. റോഡ് നിന്റെ അപ്പന്റെ വകയാണോ എന്ന് ചോദിച്ച ആ തന്തേടം ഈ ക്ലാസ് റൂമിൽ വെച്ച് പൊറപ്പിക്കാൻ നോക്കണ്ട മിലാന റാഹേൽ മാത്യു. ഗെറ്റപ്പ്. മുൻപേ കൈകുത്തി വീഴാൻ പോയപ്പോൾ അവൾ ഒരു സഹായത്തിന് എന്ന പോലെ ഇരുന്നതായിരുന്നു. ഇസഹാക്കിന്റെ വാക്ക് കേട്ട് റാഹേൽ ദേഷ്യം കൊണ്ട് പല്ലെറിമി സാവധാനം എഴുന്നേറ്റ് നിന്നു. ക്ലാസ്സിലെ മുഴുവൻ പിള്ളേരുടെ മുന്നിൽ വെച്ച് കിട്ടിയ ആ പണിയുടെ കലിപ്പിൽ അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഇരുവരുടെ നോട്ടങ്ങൾ തമ്മിൽ കൊരുത്തി നിന്ന ആ സെക്കൻഡിലാണ് ആ കാഴ്ച മാറിയത്. പെട്ടെന്നാണ് വരാന്തയിൽ നിന്ന് വലിയൊരു ഒച്ചപ്പാട് ബഹളവും ക്ലാസ്സിലേക്ക് ഇരച്ചു കയറിയത്. അതിന്റെ തൊട്ടു പിന്നാലെ പെൺകുട്ടികളുടെ നിലവിളി ശബ്ദവും കേട്ടു. ക്ലാസ്സിൽ നിന്ന പിള്ളേർ എഴുന്നേറ്റ് നിന്നു. റാഹേലുമെല്ലാം ഒരേപോലെ ഞെട്ടി. വരാന്തയിലൂടെ നോക്കുമ്പോൾ പിള്ളേർ കൂട്ടത്തോടെ താഴേക്ക് ഓടുകയാണ്. ഇവന്മാര് വീണ്ടും തുടങ്ങിയോ? ആദ്യ ദിവസം തന്നെ ഇവന്മാർ എന്നെയും കൊണ്ട് ആവശ്യമില്ലാത്ത പണിക്കെല്ലാം ഇറക്കിക്കും. അതും പറഞ്ഞുകൊണ്ട് അത്രയും നേരം മനസ്സിലുണ്ടായിരുന്ന ചിന്തകളെല്ലാം മാറ്റിവെച്ച് ഇസഹാക്ക് പെട്ടെന്ന് അവൻ ഒരൊറ്റ കുതിപ്പിന് വാതിലിന്റെ അടുത്തേക്ക് ചെന്നു. ഭയന്നോടുകയായിരുന്ന ഒരുത്തന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ചു നിർത്തി. എന്താണോ അവിടെ പ്രശ്നം? ഇസഹാക്ക് തന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. അവൻ പേടിച്ചു വരച്ച് ശ്വാസം എടുക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു, അത് സാറേ, ബി ബ്ലോക്കിൽ എന്താണോ കാര്യം പറ. ഇസഹാക്ക് അവന്റെ ഷർട്ടിലെ പിടി മുറുക്കി. ക്ലാസ്സിലെ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് അത് കേട്ടു. അത് സാറേ, മേത്ത അവിടെ നിന്ന് താഴേക്ക് ചാടി. ആ വാക്ക് കേട്ടതും ക്ലാസ് റൂമിൽ ഒരു നിമിഷം കനത്ത മൗനം പടർന്നു. റാഹേലിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ കാര്യവും കെമിസ്ട്രിയും എല്ലാം അപ്പാടെ മറന്ന് ഇസഹാക്ക് പുറത്തേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. എന്റെ കർത്താവേ, നീ ചതിച്ചോ? റാഹിന്റെ മനസ്സിലേക്ക് മേത്തയുടെയും അതിന്റെ ഒപ്പം തന്നെ മറ്റൊരാളുടെയും കൂടി മുഖം കടന്നു വന്നു. പിന്നൊന്ന് ആലോചിക്കാൻ പോലും നിൽക്കാതെ ഇസഹാക്ക് പുറകെ ഇറങ്ങുമ്പോൾ റാഹേലും ബാക്കി പിള്ളേരും താഴേക്ക് കുതിച്ചു. സ്റ്റെപ്പുകൾ ചാടി ഇറങ്ങുമ്പോൾ തന്നെ കോളേജ് ഗ്രൗണ്ടിലേക്ക് സൈറൻ മുഴക്കിക്കൊണ്ട് ആംബുലൻസ് പാഞ്ഞു വരുന്നത് കാണാമായിരുന്നു. നിമിഷ നേരം കൊണ്ടാണ് ബി ബ്ലോക്കിന് ചുറ്റും കോളേജ് ഒന്നാകെ തടിച്ചുകൂടിയത്. എല്ലാവരുടെയും മുഖത്ത് ഭയം നിഴലിച്ചു നിന്നു. ബി ബ്ലോക്കിന്റെ താഴെ ചോരയെ കുളിച്ചു കിടക്കുന്ന മേധയെ കണ്ട് റാഹേൽ വാ പൊത്തി പിന്നോട്ട് മാറി. എന്തോ അവളുടെ ആ രൂപവും തളം കെട്ടി കിടക്കുന്ന രക്തവും എല്ലാം കൂടി കണ്ടപ്പോൾ തന്തയുടെയും അഹങ്കാരിയുമായിരുന്ന റാഹേലിന്റെ പോലും ഹൃദയം ഒരു നിമിഷം പിടഞ്ഞു. അവൾ ഒരു ധൈര്യത്തിനെന്ന പോലെ തൻ്റെ അടുത്ത് നിന്ന് അനഘയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. മേധ, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളോട് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ നിനക്ക്? മേധ, എടോ കണ്ണ് തുറക്കടോ പ്ലീസ് മേധ. എനിക്ക് അവളുടെ കിടപ്പ് കണ്ടിട്ട് പേടിയാ ഗോപ. അവളുടെ കണ്ണ് തുറക്കാൻ പറ. ഇങ്ങനെ എന്നെ പേടിപ്പിക്കാതെന്ന് പറ. മേധയുടെ കൂട്ടുകാരികൾ മേധയുടെ അവസ്ഥ കണ്ട് കരയുകയാണ്. എല്ലാവരും കുറച്ച് അങ്ങോട്ട് മാറി നിന്നേ. ഇസഹാക്കിന്റെ ശബ്ദം അവിടെ മുഴങ്ങി. മുരളി സാറേ, കുറച്ച് സൂക്ഷിച്ചു പിടിക്ക്. സാറേ, അങ്ങനെ തന്നെ ആ സ്ട്രെച്ചറിലേക്ക് നേരെ കിടത്ത്. ഇസഹാക്കും മറ്റ് അധ്യാപകരും കുറച്ച് ആൺകുട്ടികളും ചേർന്ന് ഒട്ടും സമയം കളയാതെ മേധയെ ആംബുലൻസിലേക്ക് കയറ്റി. വണ്ടി സൈറൽ മുഴക്കിക്കൊണ്ട് സിറ്റി മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. കുട്ടികളെല്ലാം ഒരു വശത്തേക്ക് ആ വാഹനത്തിന് കടന്നു പോകാനായി മാറി നിന്നു കൊടുത്തു. ആംബുലൻസ് പോകുന്നത് നോക്കി നിന്ന പ്രിൻസിപ്പളും മാനേജ്മെന്റും ആകെ ഒരു വിറയലായിരുന്നു. ഇതൊരു സാധാരണ കേസായി ഒതുക്കാൻ കഴിയില്ലെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. കാരണം ചോരയിൽ കുളിച്ചു കിടന്നത് മറ്റാരുമല്ല, മേധ വിശ്വനാഥനായിരുന്നു.
രാധാകൃഷ്ണ സാറേ, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. എന്റെ സുധാകര, താൻ ഇങ്ങനെ പറഞ്ഞ് എന്റെ BP കൂട്ടാതെ. എന്താണെങ്കിലും താനും കൂടെ ഓഫീസിലേക്ക് വാ. നമുക്ക് മറ്റുള്ളവരെയൊക്കെ വിളിച്ച് കാര്യം ആദ്യം പറഞ്ഞേക്കാം. പ്രിൻസിപ്പൽ സാർ, ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഞാൻ വല്യപ്പനെ വിളിച്ച കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. എന്താണെന്ന് വെച്ച് വല്യപ്പ നോക്കിക്കോളും. അത് പറഞ്ഞ് ഇസ്ഹാഖ് കുട്ടികളെല്ലാം ക്ലാസ് റൂമിലേക്ക് തന്നെ ഓടിച്ചു. ഇവിടെ ഇനി എന്നാപൂരം കാണാൻ നിൽക്കുക എല്ലാവരും. മര്യാദയ്ക്ക് ക്ലാസ്സിൽ കയറി പോകാൻ നോക്ക്. അത് പറഞ്ഞ് കുട്ടികളെല്ലാം ക്ലാസ്സിലേക്ക് ഓടിക്കുമ്പോഴും റാഹേൽ എന്തോ പോയ അണ്ണനെ പോലെ അവിടെ തന്നെ നിന്നു. നിനക്കെന്താ ക്ലാസ് കയറി പോവാൻ ഇതുവരെയായിട്ട് നേരമായില്ലേ? ഓ, ഞാൻ പൊക്കോളാം. ഇനി അതിന് ഇയാൾ കയറുന്ന അമരണ്ട. അതും പറഞ്ഞ് അനഘയുടെ കൈയും പിടിച്ച് അവൾ ചാടിത്തുള്ളി ക്ലാസ്സിനകത്തേക്ക് തന്നെ പോയി. എന്താ രാധാകൃഷ്ണൻ സാറേ, നിങ്ങൾ എന്തിനെങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ നോക്ക്. ഇസ്ഹാഖ് ക്ഷമകെട്ട് പ്രിൻസിപ്പലിന് നേരെ തിരിഞ്ഞു. അത് സാറേ, ആ കൊച്ച് നാട്ടിലെ പവർഫുൾ ആയ MLA വിശ്വനാഥന്റെ ഒരേ ഒരു ഓമനപുത്രിയാണ്. സാറ് കേട്ടിട്ടില്ലേ പുള്ളിക്കാരന്റെ പവറിനെ പറ്റിയിട്ട്? കഴിഞ്ഞ വർഷം PGക്ക് പഠിക്കുന്ന ഒരു ചെറുക്കൻ ആ പെങ്കൊച്ചിനെ ഒന്ന് നോക്കിയെന്നും പറഞ്ഞ് അപ്പനും മകനും കൂടി ഈ കോളേജിൽ വന്നുണ്ടാക്കിയ പുകില് ചില്ലറയൊന്നും ആയിരുന്നില്ല. പ്രിൻസിപ്പൽ അത് പറഞ്ഞപ്പോൾ അതിനനുകൂലിച്ചുകൊണ്ട് സുധാകര സാറും മാലിന്യ ടീച്ചറും കൂടി ബാക്കി അങ്ങ് പറഞ്ഞു. അതെ അതെ, ആ പ്രശ്നം ഒന്ന് ഒതുക്കി തീർക്കപ്പെട്ട പാട്. ആ ചെറുക്കനെ ഒരു ദാക്ഷിണ്യമില്ലാതെ അല്ലേ MLAയുടെ ആൾക്കാര് കോളേജ് ഗ്രൗണ്ടിലിട്ട് തല്ലിയത്. പിന്നെ പോലീസ് പട്ടാളമൊക്കെ വന്നിട്ടാ ഒരു തീരുമാനത്തിലെത്തിയത്. ഇസ്ഹാക്കിന് അതൊക്കെ ഒരു പുതിയ അറിവായിരുന്നു. താൻ ആ സമയത്ത് ഈ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞില്ല. എന്താണെങ്കിലും വല്യപ്പനെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് ബാക്കി എന്ന് വിചാരിച്ച് അവൻ നേരെ ഫോണും എടുത്ത് ക്യാൻറ്റീനിലേക്കാണ് നടന്നത്. ക്യാൻറ്റീനിൽ ചെന്നപ്പോഴും അവിടുത്തെ പ്രധാന വിഷയം മേധാ വിശ്വനാഥൻ തന്നെയായിരുന്നു. MLA വിശ്വനാഥനും ഭാര്യയായ പ്രശസ്ത നർത്തകി മഹാലക്ഷ്മിക്കും മൂത്ത മകൻ യാദവിന് ശേഷം വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ കൺമണിയാണ് മേധ. വിശ്വനാഥന്റെ രാഷ്ട്രീയ കരുത്തിനും അമ്മയുടെ കലാലോകത്തിനും ഒപ്പം നഗരത്തിലെ പ്രശസ്ത ന്യൂറോ സർജനായ ജ്യേഷ്ഠൻ യാദവിനും ജീവനായിരുന്നു അവൾ. ഒരു പോറൽ പോലും ഏൽക്കാതെ രാജകുമാരിയെ പോലെ വളർത്തിയ പെൺകുട്ടി. അങ്ങനെയുള്ള മേധ കോളേജ് ബിൽഡിങ്ങിൽ നിന്ന് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്ത ക്യാമ്പസിൽ വലിയൊരു പുകിലായി മാറി. എന്റെ ദൈവമേ, ഒരു മിണ്ടാപ്പൂച്ച പെങ്കൊച്ചല്ലായിരുന്നു അത്. എന്നിട്ട് ഇമ്മാതിരി ഒപ്പിക്കുമെന്ന് എനിക്കങ്ങോട്ട്. എന്റെ ശാന്തേച്ചി, കഥയൊക്കെ പിന്നെ പറയാം. നിങ്ങളൊരു ചായ ഇങ്ങോട്ട് എടുത്തേ. അത് പറഞ്ഞുകൊണ്ട് ഇസ്ഹാഖ് അവിടെ ഒരു ചെയറിലേക്ക് ഇരുന്നു. അവൻ പിന്നെ ഫോൺ എടുത്ത് വല്യപ്പനെ വിളിച്ച് കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറഞ്ഞു. 2ാം നിലയിലെ വരാന്തയിൽ നിന്നുകൊണ്ട് ഗ്രൗണ്ടിലെ ചോരപ്പാടിലേക്ക് നോക്കി ഒരേ നിൽപ്പായിരുന്നു റാഹേൽ. അവളുടെ മനസ്സിനെ തന്നെ മുറിവേൽപ്പിച്ചു കളഞ്ഞ ഒരു കാഴ്ചയായിരുന്നു അത്. എന്നും തന്റെ ഒപ്പം കുസൃതികൾ പറഞ്ഞുണ്ടായിരുന്നവളാണ്. അവളിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവൾ ഇങ്ങനെ ചെയ്യുമോ? അവൾ ഇങ്ങനെ ചെയ്യുമോ? ആ ചോദ്യം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരുമ്പോൾ ഉത്തരമേതും ഉണ്ടായിരുന്നില്ല. തനിക്ക് അറിയാവുന്ന മേധ അവൾക്കൊരു സൂചി കാണുന്നത് ഭയമാണ്. അങ്ങനെയുള്ളവൾ അത് ചോദ്യചിഹ്നമായി തന്നെ അങ്ങനെ നിലനിന്നു. അവളുടെ കണ്ണുകൾ അവിടെ നിന്ന് ഒന്ന് ചലിച്ചപ്പോഴാണ് കണ്ടത് ക്യാൻറ്റീനിലും തന്നെ നോക്കിയിരിക്കുന്ന ഇസ്ഹാക്കിനെയും. അവനോട് കയർക്കാനോ വഴക്കുണ്ടാക്കാൻ പറ്റിയ മനസ്സല്ലാത്തത് കൊണ്ടും സാഹചര്യമല്ലാത്തത് കൊണ്ടും അവൾ ഒന്നിനും നിൽക്കാതെ അവിടെ നിന്ന് വേഗം മുഖം വെട്ടിച്ചു. എല്ലാവരുടെ മനസ്സിൽ അപ്പോൾ ഒരേ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന മേധ എന്തിനാണ് ഈ ചതിക്കുരിൽ ചാടിയത്? ഇതിന് പിന്നിൽ ആരാണ്? ക്യാമ്പസ് അന്തരീക്ഷം ആകെ പുകയാൻ തുടങ്ങി. സിറ്റി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ വലിയ കോമ്പൗണ്ടിലേക്ക് ആംബുലൻസ് പാഞ്ഞു കയറിയപ്പോൾ തന്നെ അവിടെ വലിയൊരു ജനക്കൂട്ടം രൂപപ്പെട്ടിരുന്നു. ഹോസ്പിറ്റലിന്റെ മേൽ കവാടത്തിലും അത്യാഹിത വിഭാഗത്തിന് മുന്നിലും ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ഒരു സംഘം സ്ട്രക്ചറുമായി തയ്യാറായി നിന്നിരുന്നു. ആംബുലൻസിന്റെ സൈറൻ ശബ്ദം കേട്ടതോടെ ചാനൽ ക്യാമറകൾ ഒന്നിച്ച് ആ വശത്തേക്ക് തിരിഞ്ഞു. പോലീസും രാഷ്ട്രീയ നേതാക്കളും മാധ്യമ പ്രവർത്തകരും എല്ലാം കൂടി വലിയൊരു തിരക്കാണ് അവിടെ സൃഷ്ടിച്ചത്. ഇപ്പോൾ സിറ്റി മെഡിക്കൽ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിലേക്ക് വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. MLA വിശ്വനാഥന്റെ പ്രിയപുത്രി മേധ വിശ്വനാഥനെയും കാത്ത് വലിയൊരു റോഡ്രേറ്റ്സിന്റെ ഗ്രൂപ്പ് തന്നെ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. ചാനലുകാരുടെ ലൈവ് റിപ്പോർട്ടിംഗ് ചൂടോടെ തന്നെ നടന്നുകൊണ്ടിരുന്നു. വണ്ടി നിന്ന് തീരും മുൻപേ ആളുകൾ ഇരച്ചെത്തി. ക്യാമറകളുടെ ഫ്ലാഷുകൾ തുടരെ മിന്നിമറഞ്ഞു.